നമസ്കാരം. വനം വകുപ്പിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേട് നടത്തിയ വള്ളക്കടവ് തേക്കടി റേഞ്ച് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. റേഞ്ച് ഓഫീസർമാരായ KCCB, അരുൺ നായർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിജിലൻസ് പോലും ഞെട്ടിപ്പോകുന്ന വിധത്തിൽ ജനത്തെ മൃഗശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ നൽകിയ പണം വനവകുപ്പിന്റെ റേഞ്ച് ഓഫീസർമാർ അടിച്ചു മാറ്റുകയായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ വിജിലൻസ് ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് വനം വകുപ്പിൽ ചില ഓഫീസിൽ നിന്നും ഞെട്ടിക്കുന്ന തട്ടിപ്പ് കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയത് ഇടുക്കി തേക്കടി ഡിവിഷനിലുള്ള വള്ളക്കടവ് റേഞ്ച് ഓഫീസിൽ നിന്നായിരുന്നു. വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അരുൺ നായർ ലക്ഷക്കണക്കിന് രൂപയാണ് സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും കരാറുകാരിൽ നിന്നും വാങ്ങിയതെന്ന് വിജിലൻസ് കണ്ടെത്തി. വനസംരക്ഷണത്തിന്റെ വിവിധ പദ്ധതികൾ സ്വന്തം പേരിൽ ബിനാമിയായി എടുത്ത് നടത്തി വരികയായിരുന്നു ഇവർ. ഏതെങ്കിലും ഒരു കരാറുകാരനെ ബിനാമിയാക്കും. അതിനുശേഷം ബില്ലുകൾ റേഞ്ച് ഓഫീസർ എഴുതിയെടുക്കുകയാണ് പതിവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 72,80,000 രൂപ കഴിഞ്ഞ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇയാൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തി. ഒരു കരാറുകാരൻ 1,36,000 രൂപ ഇടപ്പള്ളിയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കും റേഞ്ച് ഓഫീസർ പറഞ്ഞതനുസരിച്ച് അയച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന് കിട്ടിയ വിവരം. പണം അയച്ചിട്ടുള്ള റെസിപ്റ്റ് ഉൾപ്പെടെയാണ് വിജിലൻസിന് കിട്ടിയത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റവും അധികാര ദുർവിനിയോഗവും സാമ്പത്തിക തട്ടിപ്പുമാണ് അരുൺ നായർ നടത്തിയിട്ടുള്ളതെന്ന് വിജിലൻസ് കണ്ടെത്തി. നേരത്തെ മുതൽ ഇയാൾക്കെതിരെ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. വിജിലൻസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. വള്ളക്കടവ് റേഞ്ച് ഓഫീസർ നടത്തിയത് സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതിയിൽ അട്ടിമറിക്കുന്നതായിരുന്നു. വനത്തിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖല ഇറങ്ങാതിരിക്കാനുള്ള ട്രെഞ്ചുകൾ, ഫെൻസിംഗ് ഇങ്ങനെയുള്ള പ്രോജക്റ്റിന്റെ പേരിലാണ് പണം ഏറെയും തട്ടിപ്പ് നടത്തുന്നത്. കരാറുകാർക്ക് ഇവരെ ധിക്കരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വള്ളക്കടവ് റേഞ്ച് ഓഫീസറുടെ നടപടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചില കരാറുകാർ പണിയെടുക്കാറുമില്ല. റേഞ്ച് ഓഫീസറായ അരുൺ നായർ സ്വന്തം അക്കൗണ്ടിലേക്ക് ഇത്രയധികം പണം എത്തിച്ചേർന്നതിന്റെ ഇൻകം ടാക്സ് അടയ്ക്കാൻ പോലും തയ്യാറാകാതെ അതും മറച്ചുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വള്ളക്കടവിലെത്തിയിട്ട് 1 വർഷം പോലും തികയുന്നതിന് മുൻപാണ് ഇത്രയധികം ക്രമക്കേടുകൾ നടത്താൻ അരുൺ നായർ തയ്യാറായത്. ഇത്രയും അധികം തട്ടിപ്പുകൾ ഇവർക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് വനം വകുപ്പ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. ജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമാണ് സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പണമാണ് വഴിവിട്ട് ചിലവാക്കുകയും ഒപ്പം തന്നെ അടിച്ചു മാറ്റാനും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.